ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റംദാൻ പ്രിപ്പറേഷൻ പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഡീപ്പ് ക്ലീനിങ് മാത്രമല്ല, റംദാന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു മുന്നൊരുക്കം കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് അപ്സ്റ്റെയർ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ പുറത്ത് ടെറസിൻ്റെ പുറത്താണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. നല്ലോണം പൊടിയുണ്ട് ഇവിടെ, റോഡ് പണിയൊക്കെ നടന്നിരുന്നു ഇടയ്ക്ക്, അതുകൊണ്ട് തന്നെ നല്ല പൊടിയും മാറാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ റൂഫ് ഇങ്ങനെയാണ്, ഇറ്റാലിയൻ ടൈലാണ്. അപ്പോൾ അതിലും മാറാലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വൃത്തിയാക്കുന്ന ഇടയിൽ വന്ന ഒരു പൂച്ചയാണിത്. ഇതിൻ്റെ കുട്ടികൾ ടെറസിൻ്റെ മേലെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അതിൻ്റെ മുകളിൽ കയറി ഒറ്റൊക്കെ തിരിച്ച് പോയതാണ്, പിന്നെയും വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ടെറസിലാട്ടോ അതിൻ്റെ കുട്ടികളുള്ളത്. ഞാൻ കണ്ടില്ല, ക്ലീൻ ചെയ്യണ ആൾ പറഞ്ഞതാണ്. ഞാൻ പോകാൻ സമ്മതിക്കാത്തതുകൊണ്ട് അത് അവിടെ ഇരിക്കുക കേട്ടോ. അവിടെ ഇരിക്കുക പൂച്ചേ. നോ, അവിടെ ഇരിക്കുക. പോവാനാകുമ്പോൾ പറയാം, അവിടെ ഇരിക്കുക, അവിടെ ക്ലീൻ ചെയ്യല്ലേ. അതിൻ്റെ കുട്ടികളെ ഞങ്ങൾ ഉപദ്രവിക്കുക എന്നുള്ള ടെൻഷനായിരിക്കും. പിന്നെ പാവം തോന്നിയിട്ട് ഞാൻ അതിനെ പറഞ്ഞയക്കുക കേട്ടോ. പൊയ്ക്കോ. വളഞ്ഞ വഴി കൂടെയൊക്കെ പോകണം. അങ്ങനെ ടെറസ് കഴുകിവിടലൊക്കെ കഴിഞ്ഞു. മെഷീൻ വെച്ചിട്ടും ഓസ് വെച്ചിട്ടും ഒക്കെയാണ് ആ പൊടി മുഴുവൻ കളഞ്ഞത് കേട്ടോ. ഇപ്പോൾ അവിടെയൊക്കെ ക്ലീനായി. അപ്പോൾ വലിയൊരു ജോലി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ ടെറസിൽ ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഫർണിച്ചർ, ബെഡ് അങ്ങനത്തെയൊക്കെ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന, ഞങ്ങളുടെ വീട്ടിലത്തെ ഒരുവിധം ജോലികളൊക്കെ ചെയ്യുന്ന ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കി തന്നതാട്ടോ. കുറച്ച് വലിയ റൂമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീലുണ്ട്, നമുക്ക് ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമല്ലേ വേണ്ടു, വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം വേണ്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അതിൽ കയറി അങ്ങനെ അത് സേഫായിട്ട് അടച്ച് വെക്കാം, പൊടിയൊന്നും കയറില്ല. അപ്പോൾ ഇതാണ് ആ ഒരു റൂം. ഞങ്ങളുടെ വീട്ടിലെ കിളിക്കൂടും വേസ്റ്റ് കത്തിക്കണ ഒരു സാധനമൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അതൊക്കെ ഉണ്ടാക്കിയത് ഇവർ തന്നെ കേട്ടോ. അവരുടെ കോൺടാക്റ്റ് നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കിച്ചൻ്റെയൊക്കെ മോൾ ഭാഗത്തായിട്ട് വരും. അവിടെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഷീറ്റിൻ്റെ മുകളിലാണ് സോളാർ പാനൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സോളാറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇൻവെർട്ടർ അത് കേട്ടോ. അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ തെളിഞ്ഞ് കാണും എത്ര യൂണിറ്റ് കറണ്ട് നമുക്ക് സൂര്യൻ തന്നു, അങ്ങനെയൊക്കെ അതിൽ കാണും കേട്ടോ. അപ്പോൾ വീടിൻ്റെ അകത്തെ ഡീപ്പ് ക്ലീനിങ് ഞാൻ വീഡിയോ കാണിക്കണില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചുകൊണ്ട് അത് കാണിക്കണില്ല. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ മാറാലയൊക്കെ തട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഷെൽഫുകളൊക്കെ വൃത്തിയാക്കിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ തുടക്കുക, പൊടിയൊക്കെ തുടച്ച് കളയുക, അങ്ങനത്തെ ജോലികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സീലിങ്ങിൽ ഇതെങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഇടയിലൊക്കെ മാറാലയും പല്ലിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നവർ ഒരുപാട് ഡിസൈനൊന്നും ഇല്ലാത്തത് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ പണി കഴിഞ്ഞിട്ട് പിന്നെ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ 2-3 ദിവസങ്ങളിലായിട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ പുറത്ത് ഞങ്ങളുടെ വിറകുപര വേറൊരു സ്റ്റോർ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിറകുപരയും ഫുൾ മാറാലയും പൊടിയൊക്കെ ആയിരുന്നു, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ ഇട്ടുകൊണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ലൈറ്റ് പോയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത് വൃത്തിയാക്കിയ ശേഷമുള്ളതാണ് കേട്ടോ. വിറകും ചാക്കുകളിലൊക്കെ ചകിരി അങ്ങനെയൊക്കെയുള്ള വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ വിറക് പര. പിന്നെ റംദാൻ പ്രിപ്പറേഷനിൽ വീട് വൃത്തിയാക്കലും ഫുഡ് പ്രിപ്പറേഷനും മാത്രമല്ല, നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം കൂടെ ചെയ്യണം, ഒരു പ്ലാനിങ് കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക, വേറെ ആരെയും ബോധിപ്പിക്കാനല്ല, ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഞാനൊരു മിനി കലണ്ടറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ റംദാന് വേണ്ടിയിട്ട്, റംദാന് മാത്രമല്ല എല്ലായ്പ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുള്ളത്. ഏത് സൈസിലുള്ള പേപ്പർ വേണമെങ്കിലും എടുക്കുക. അപ്പോൾ നമുക്ക് റമദാനിൽ പ്ലാനിങ്ങിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ റമദാനിൽ നിസ്കരിക്കണം, ഓതണമൊക്കെ ചെയ്യും, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ദിക്ർ എടുക്കും, ദുആ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. അതായത് ഇപ്പോൾ ഒരു 30 നോമ്പാണല്ലോ, അപ്പോൾ ആ 30 കള്ളികളാണ് ഞാൻ ഇതിൽ വരച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിക്ർ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളി ആക്കിയിട്ടുണ്ട്. അതേപോലെ ദുആസ് അങ്ങനെ
സലാത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെന്താ ആയത്ത് കുറിശി, പിന്നെ ഖുർആൻ ഓതുന്നത്, യാസീൻ, അങ്ങനെ എന്താ ഇഷ്ടമുള്ളതൊക്കെ എഴുതുക, സദക്കാന്ന് എഴുതുക ലാസ്റ്റ്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങൾ രാത്രി അതിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആവും. ചില ദിവസം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമവും തോന്നും. അപ്പോൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരും. കുട്ടികളെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിക്കുക. അതായത് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു 100 ദിക്കർ എടുത്താൽ 100, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഒരു 500 ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 500 എന്ന് എഴുതുക. ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദുആ ചെയ്ത് എഴുതുക. പക്ഷേ സദക്ക മാത്രം എത്ര ചെയ്തു എന്ത് ചെയ്തു എന്ന് എഴുതണ്ട. ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്താൽ മതി ആ ഒരു കള്ളിയിൽ. പിന്നെ എന്താ നമ്മൾ യാസീൻ ഓതണമെങ്കിൽ അങ്ങനെ സലാത്ത് എത്ര ചെയ്തു അത് ചെയ്യാം. ആയത്തെക്കുറിച്ച് എത്ര എണ്ണം ഓതി അങ്ങനെ ചെയ്യാം. പിന്നെ ഖുർആൻ ലെസൺസ് ഞാൻ പറഞ്ഞില്ലേ, സൂറത്തുകളൊക്കെ ഇപ്പോൾ എല്ലാവരും ഖത്തമൊക്കെ ഓതുന്ന സമയമാണല്ലോ. അപ്പോൾ അതും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, എക്സ്ട്രാ ഓതുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കും ഇതുപോലെ ഓരോ പേപ്പർ ഉണ്ടാക്കി കൊടുത്ത് അവരെ നിർബന്ധിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും ചെയ്യിക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക ഇതിൻ്റെ ഗുണങ്ങളും. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മളുടെ ആ ദീനിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അള്ളാഹിനെ എങ്ങനെ നമ്മൾ വേർഷിപ്പ് ചെയ്യണം, എങ്ങനെ ആരാധിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ കുട്ടികൾക്ക് തന്നെ വരും. അത് തല്ലിയിട്ടും വഴക്ക് പറഞ്ഞും ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീടിൻ്റെ എവിടെയെങ്കിലും ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ റൂമിൽ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ റംദാൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ കലണ്ടർ. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിരുന്നില്ല. പല കാരണങ്ങളായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും. അപ്പോൾ ഇപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് പുതിയത് അവിടെ വെക്കുക കേട്ടോ. അതുപോലെ നമുക്ക് വാതിലിൻ്റെ ബാക്കിലോ അൽമാരുടെ സൈഡിലോ എവിടെ വേണമെങ്കിലും ഒട്ടിക്കുക. അതെല്ലാവരെയും കാണിക്കാനോ അതിനൊന്നല്ല, എല്ലാവരോടും വിളിച്ച് ഞാൻ ഇത്ര ചെയ്തു അത്ര ചെയ്തു പറയാനൊന്നല്ല. നമ്മുടെ സ്വന്തം ആത്മസംതൃപ്തിക്ക് നമുക്ക് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല, ഇത് പോരെ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും. കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവും. കുട്ടികൾക്കായാലും കുറച്ച് ദിവസം 10 ദിവസമൊക്കെ കൂടുമ്പോൾ അവരത് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സുഖവും മനസ്സംതൃപ്തിയും ഒക്കെ ഉണ്ടാവും. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം കളയുമില്ല. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ള ഒരു തോന്നലൊക്കെ വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ ഫീലിംഗ് നല്ലതായതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് റംദാനായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ക്രാഫ്റ്റാണ്. അതും കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കുക, അവർക്ക് ഇൻട്രസ്റ്റ് ആവും. റംദാൻ കരീം എന്ന് എഴുതിയിട്ട് നമ്മൾ വീട്ടിൽ വെക്കുക. നോമ്പിനെ വരവേൽക്കണ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു കോർണറൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കിയിട്ട് അതിൽ റംദാൻ കരീം എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആ കാർഡ്ബോർഡിൽ ഇങ്ങനെ കുറേ ലൈൻസ് ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ലൈൻ വരക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഒരു പെർഫെക്ഷൻ ഇല്ലാത്തത്. അതിൽ കളറൊക്കെ കൊടുത്ത് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരുപാട് ജോലികളൊക്കെ സമയതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ബോർഡറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ലേസാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചത് കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട്. ഇതേ ലേസ് തന്നെ വെക്കണം എന്നൊന്നുമില്ല, കയ്യിൽ എന്താ ഉള്ളത് അത് വെക്കാം. ഇനി ഒന്നും ഇല്ലെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുത്താൽ മതി. ഇപ്പോൾ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിച്ചാൽ മതി നോമ്പിൻ്റെ സമയത്ത്. പിന്നെ ഇത് തൂക്കിയിടാൻ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്നുകിൽ തൂക്കിയിടാം, അതല്ലെങ്കിൽ പിന്നെ ബാക്കിൽ ഇങ്ങനെ ഒരു ത്രെഡ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട് തൂക്കിയിടാം. അതല്ലെങ്കിൽ ഇതുപോലെ വല്ല കലണ്ടർ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ടേബിളിലോ ലിവിങ് റൂമിലോ എവിടെ കാണുന്നിടത്തൊക്കെ വെക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഐഡിയാസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല ഫുഡ് റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.